കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നത്. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് നിലനിന്നിരുന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. നെഹ്റു കോളേജിൽ പ്രവേശിക്കുന്നത് കോടതി തടഞ്ഞിരിക്കെ എങ്ങനെയാണ് കൃഷ്ണദാസ് കേസിലെ തെളിവ് നശിപ്പിക്കുക? ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത നടപടിയെയും കോടതി വിമർശിച്ചു. 16 പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 20 കോടതിയിൽ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇക്കാര്യം കോടതിയെ നേരത്തെ അറിയിക്കാതിരുന്നത്? ഈ 4 ദിവസം കേസിൽ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നുവെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസ് ഡയറിയിലെ ഓരോ പിശകുകളും ചൂണ്ടിക്കാട്ടി കോടതി അന്വേഷണ സംഘത്തിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കൃഷ്ണദാസിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും കേസിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവ് ശേഖരണം നടത്തണമെന്നും സ്റ്റേറ്റ് അറ്റോർണി വാദിച്ചു. കേസ് ഡയറി കൂടി വിശദമായി പരിശോധിച്ച ശേഷം കൃഷ്ണദാസിന്റെ ജാമ്യഹർജിയിലും സഞ്ജിത്ത് വിശ്വനാഥിന്റെ മുൻകൂർ ജാമ്യഹർജിയിലും ഹൈക്കോടതി വിധി പറയും. ഇതിനിടെ കേസിലെ പ്രതികളായ പി കൃഷ്ണദാസ്, സുകുമാരൻ, ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ജാമ്യാപേക്ഷ വടക്കാഞ്ചേരി കോടതി തള്ളി. കേസിലെ 6ാം പ്രതി വത്സലകുമാറിന് കോടതി ജാമ്യവും നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.